പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ഹലോ, നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. യെസ്, എന്താണ് ഒരു വ്യത്യാസം എന്നായിരിക്കും നോക്കുന്നത്. ആകെ മൊത്തം മാറിയല്ലേ അല്ലേ? നമ്മുടെ സ്വർണ്ണവർഷത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുകയാണ്. രൂപത്തിൽ മാത്രമല്ല കേട്ടോ, ശരിക്കും സമ്മാനത്തിൻ്റെ കാര്യത്തിലും മാറ്റമുണ്ട്. വേറൊന്നുമല്ല, സ്വർണം തന്നെയാണ്, പക്ഷെ കൂടുതൽ സ്വർണ്ണ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഗെയിം ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒരുപാട് നമ്മൾ തല പോയിക്കേണ്ട ആവശ്യമില്ല. ഈ ഇരിക്കുന്ന കുറച്ച് ബോക്സസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ബോക്സുകളിൽ നമ്പറാണുള്ളത് അല്ലേ? 11 to 70 വരെ നമ്പർ ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ വിളിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ ചെന്നത് തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്നു. അതാണ് നമ്മുടെ സ്വർണ്ണവർഷം എന്ന് പറയുന്നത്. അപ്പോൾ കോളിലൂടെ മാത്രമേ സ്വർണ്ണം കിട്ടൂ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനൊന്നുമില്ല. കോൾ മാത്രമല്ല, വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് പങ്കെടുക്കാം. കാര്യം ഒരുപാട് കോൾ വരുമ്പോൾ നിങ്ങളുടെ കോൾ ചിലപ്പോൾ കണക്റ്റ് ആയില്ലെങ്കിലോ എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി പങ്കെടുക്കാം. അതായത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ നമ്പർ അയക്കാം. ഒരു തവണ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് നമ്പേഴ്സ് അയച്ചിട്ടിരുന്ന കാര്യമല്ല. അപ്പോൾ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും നമ്പറും സ്ഥലവും കൂടെ വെക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്വർണ്ണവർഷം. വളരെ ഈസി ആയിട്ട് പങ്കെടുക്കാം. പിന്നെ വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ ആയിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. 8086011443 8086011443 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇനി വാട്സപ്പ് നമ്പറിലോട്ട് വിളിച്ചു കളയാം എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ആ നമ്പറിലോട്ട് കോള് പറ്റില്ല, വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മാത്രമേ പറ്റൂ. മറ്റേ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വർണ്ണ കലവറയായ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. സോ യെസ്, ഞാൻ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ വിളിക്കുക, ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു മൊത്തത്തിൽ സെറ്റ് മാറിയിരിക്കുകയാണ് അല്ലേ? നമ്പേഴ്സ് അടുക്കി തന്നെ വെച്ചിട്ടുണ്ട്. 11 to 20 വരെ അവിടെ ഉണ്ട്, 20 to 30 വരെ. അങ്ങനെ ഒരു ലെയർ ആയിട്ടാണ്. എനിക്കും സെലക്ട് ചെയ്യാൻ ഈസിയാണ്, നിങ്ങൾക്ക് പറയാനും ഈസിയാണ്. സോ 11 to 70 വരെയാണ് നമുക്ക് നമ്പേഴ്സ് ഉള്ളത്. ഈ നമ്പേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഏത് നമ്പർ ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ ആനിവേഴ്സറി ഡേറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ലക്കി നമ്പർ, അങ്ങനെയൊക്കെ നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അല്ല ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ചൂസ് ചെയ്തു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ സ്വർണം നേടും എന്നുള്ളതാണ്. പിന്നെ ഒരാൾക്കൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ സ്വർണം, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ബോക്സസിലാണ് സ്വർണം വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർണം നേടാനുള്ള ഈ അവസരം മിസ്സാക്കരുത്. പിന്നെ സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം, അതാണ് മറ്റൊരു ഹൈലൈറ്റ്. വലിയ സ്വർണ്ണം ഇഷ്ടമല്ലാത്ത ആരുമില്ല. പണിയാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു അസറ്റും കൂടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ സ്വർണം ഇഷ്ടമാണ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഷോയാണ് നമ്മുടെ സ്വർണ്ണവർഷം. അപ്പം മിസ് ചെയ്യരുത്, പങ്കെടുക്കുക. സോ 11 to 70 വരെയാണ് നമ്മുടെ നമ്പേഴ്സ് ഉള്ളത്. ഇപ്പോൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പറും ചൂസ് ചെയ്യാം. ഫസ്റ്റ് കോളർ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏത് നമ്പറും ചൂസ് ചെയ്യാം. പിന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം ആ നമ്പർ ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഇപ്പോൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോളറിനായിരിക്കും ചിലപ്പോൾ സമ്മാനം തരുന്നത്. ഇതിന് മുന്നേ സ്വർണ്ണവർഷത്തിൽ ഒരുപാട് തവണ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഫസ്റ്റ് കോളിൽ തന്നെ സ്വർണം നേടിയ ആൾക്കാർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ഒരു കോള് വിളിച്ച് കഴിഞ്ഞിട്ട് കിട്ടാതെ പോകുമ്പം നോർമലി ഗെയിം ഷോസ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, ഒറ്റ തവണ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്വർണ്ണവർഷത്തിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പങ്കെടുക്കാം, എത്ര തവണ വേണമെങ്കിലും മത്സരിക്കാം എന്നുള്ളതാണ്. സോ യെസ്, സ്വർണ്ണവർഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ വിളിക്കുക. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? ആളൂരിന്ന് ഷീലയാണ്. ഷീല എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ? ആളൂർ, ചാലക്കുടി. ചാലക്കുടി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എന്താ ചെയ്യുന്നത് ഷീല? ആളൂർ ഓക്കെ ആണോ? ഓക്കെ. ഷീല എന്താ ചെയ്യുന്നത്? ഷീല ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട് ഷീല? ഭർത്താവുണ്ട്, മോനുണ്ട്, മോളുണ്ട്. ആഹാ, എല്ലാരും ഉണ്ടോ സൺഡേ ആയിട്ട് വീട്ടില്? എന്താണ് പരിപാടി? സൺഡേ പരിപാടി എന്താണ്?
സൺഡേ പരിപാടി ഒന്നുമില്ല. ഇല്ല. സ്വർണ്ണവർഷം കാണാറുണ്ടോ? എല്ലാവരും നമ്മുടെ പുതിയ ഒരു പ്രാവശ്യം വിളിച്ച് കോയം കിട്ടിയത്. ഒരു തവണ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് വയ്യ. അപ്പം എന്താ പറയാ, സ്വർണം കിട്ടി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സെറ്റ്? ഇത് കുറച്ചുകൂടി ഈസി ആണോ നമുക്ക് ശരിക്കും ഈ പറയുന്ന നമ്പർ ചൂസ് ചെയ്യാൻ? ആണ്. അപ്പൊ ഏത് നമ്പറാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫസ്റ്റ് കോളർ ആണ്. ഫസ്റ്റ് നമ്പർ 21 അല്ലേ? 21 ഇവിടെ ഇരിക്കുകയാണ്. 21ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? 21ൽ ഷീലയ്ക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ സോറി, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ സ്വർണം കിട്ടട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഷീല ചേച്ചിയോട് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് ഒരു തവണ സ്വർണം കിട്ടിയ ആളായതുകൊണ്ട് തന്നെ വീണ്ടും വിളിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ നിങ്ങൾക്ക് വിളിക്കാം. ഒരു കോളിൽ ഒറ്റ നമ്പറേ പറയാൻ പറ്റുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ, ഇതാരാണ്? എന്തോ? നിഷ എവിടുന്നാ വിളിക്കുന്നേ? പൂജപ്പുരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് നിഷ? വീട്ടില് ചേട്ടനുണ്ട്, മോളുണ്ട്. മോളുണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാ? മോള് 7ാം ക്ലാസ് പഠിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോ യെസ്, ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? 18. ഓക്കെ, 18 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ? ഇല്ല. ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ലക്കി നമ്പർ അങ്ങനെ എങ്ങാനും? അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ, ഇത് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണോ അതോ മകൾ സെലക്ട് ചെയ്ത് തന്നെയാണോ? ചേട്ടൻ സെലക്ട് ചെയ്ത് തന്നെയാണ്. എന്തായാലും ചേട്ടന്റെ ആ നമ്പറിന് ലക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, സ്വർണമുണ്ടോ? അയ്യോ ഇല്ലല്ലോ, സ്വർണം കിട്ടിയില്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണേ. വിളിക്കല്ലോ അല്ലേ? പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ കോളറിനും സ്വർണ്ണം കിട്ടിയിട്ടില്ല. സാരമില്ല, ഇത് സ്വർണ്ണവർഷത്തിൻ്റെ ഒരു രീതിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കോളിൽ തന്നെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ഒരു രണ്ടാമത്തെ കോളിലായിരിക്കും, ചിലപ്പോൾ 5ാമത്തെ കോളിലായിരിക്കും കിട്ടുന്നത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് 6 തവണ 7ാമത്തെ തവണ ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയ ഒരു കോളർ ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ടൈം വിളിച്ചിട്ട് ചില ആൾക്കാർക്ക് 2ാമതും 3ാമതും വിളിച്ചിട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, ട്രൈ ചെയ്യാണ്ടിരിക്കുന്നത്. സിമ്പിളാണ് ട്രൈ ചെയ്യാൻ, പങ്കെടുക്കാൻ സിമ്പിളാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോയാലോ? ഹലോ ഹായ്, ഇതാരാണ്? ചന്ദ്രൻ എവിടുന്നാ വിളിക്കുന്നേ? ബാലരാമപുരം. വീട്ടിൽ ആരൊക്കെയുണ്ട് ചന്ദ്രൻ ചേട്ടാ? വീട്ടിലെ വൈഫ്, മക്കളുണ്ട്. സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ വൈഫിനും മക്കൾക്കും ഒക്കെ? അതെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് സ്വർണ്ണം സമ്മാനമായിട്ട് കിട്ടി ആർക്കാ കൊടുക്കാൻ പോകുന്നേ? മോക്ക് കൊടുക്കും അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ആരാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? മോളാണോ വൈഫാണോ? മോള് സെലക്ട് ചെയ്തു അല്ലേ? ഏതാ നമ്പർ? സെലക്ട് ചെയ്യ് പെട്ടെന്നാവട്ടെ. 11 അല്ലേ? ഓക്കെ, 11 ഫസ്റ്റ് നമ്പർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 11ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചന്ദ്രൻ ചേട്ടൻ ഇന്ന് ലക്കിന്റെ ദിവസമാണോ നോക്കട്ടെ. അയ്യോ സോറി ചേട്ടാ, ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ചന്ദ്രൻ ചേട്ടനും സ്വർണം കിട്ടിയിട്ടില്ല. അപ്പം ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും, ഇതുവരെ വിളിച്ചിട്ട് സ്വർണം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീണ്ടും വിളിക്കാനുള്ള അവസരമുണ്ട്. വിളിച്ച് സ്വർണം നേടുക. കാര്യം ഇവിടെ മൾട്ടിപ്പിൾ കോളംസിൽ സ്വർണ്ണം ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു നമ്പറിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നം. അത് പെട്ടെന്ന് തന്നെ എത്തുക. മൾട്ടിപ്പിൾ ടൈം ഗസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എത്താതിരിക്കില്ല അല്ലേ? ചാൻസ് ഹൈ ആണ്. അപ്പോൾ മിസ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ വിളിക്കാം. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ പാലക്കാട്ടുനിന്ന് വിളിക്കുന്നത്. എന്തോ? ഞാൻ പാലക്കാട്ടുനിന്ന് വിളിക്കുന്നത്. പാലക്കാടുന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? പേര് ബിജു. പോരട്ടെ. ലിജി, ഉറക്കെ സംസാരിക്കും, എനിക്ക് കേൾക്കുന്നില്ല. ബിജു. ഓക്കെ, ബിജു അല്ലേ? ബിജു എന്താ ചെയ്യുന്നേ? ടിവിയിൽ ശ്രദ്ധിക്കുക അല്ലേ? ടിവിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കുന്നോണ്ട് ഒന്നും കേൾക്കാതെ.
ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് കോൺട്രാക്ട് ആയിരിക്കും. വർക്കാണ്. ഓക്കെ. എവിടെ എന്താ ചെയ്യുന്നേ ബിജു? ഞാൻ കോൺട്രാക്ട് വർക്കാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇന്റീരിയർ വർക്ക് അല്ലേ? വീട്ടിലെ വൈഫും 2 കുട്ടികളും. എല്ലാരുമായിട്ട് ടി വി കണ്ടോണ്ടിരിക്കുകയാണോ? അതെ. ബിജു ടി വിയിൽ മുഴുകിയിരിക്കുക. എന്നാ പിന്നെ നമ്പർ പറഞ്ഞേ. നമ്പർ പറഞ്ഞോ. ഓക്കെ. നമ്പർ 55. എത്ര? 65 അല്ലേ? 65 അല്ലേ? ഓക്കെ. 55 സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സ്വർണ്ണമുണ്ടോ? സ്വർണം. അയ്യോ ഇല്ലല്ലോ, കിട്ടിയില്ല കേട്ടോ സ്വർണം. സാരില്ല, ഇനിയും വിളിക്കണേ. പക്ഷെ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ടി വി ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ. അങ്ങനെ കിട്ടിയിട്ടില്ല സ്വർണം. എന്നാലും സാരമില്ല, നെക്സ്റ്റ് ടൈം വിളിക്കുക, സ്വർണം നേടുക. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ സ്വർണം നേടുന്നത് ഭയങ്കര ഈസിയാണ്. നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഒട്ടും ടഫല്ല, വളരെ ഈസി ആയിട്ട് തന്നെ സ്വർണം നേടാം. കാര്യം ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഗസ് ചെയ്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തുറക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം. എന്നാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? വിനോദിനി. എത്ര തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ? സുഖമാണോ ചേച്ചിക്ക്? സുഖം. എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? എവിടുന്നാ? മലയൻകീഴ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? എനിക്ക് 2 മക്കള്. 2 മക്കളുണ്ട്. എല്ലാരും വീട്ടിലെ ടിവിയുടെ മുന്നിലാണോ? ഇല്ല, ഇവരാരും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ. ഏതാണ് നമ്പർ ചേച്ചി? 60 അല്ലേ? 60ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചേച്ചി എന്തുകൊണ്ടാണ് ഈ 60 സെലക്ട് ചെയ്തത്? വെറുതെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം 60ൽ സ്വർണ്ണമുണ്ടോ. സോറി, ഇല്ലല്ലോ ചേച്ചി. ഇല്ല കേട്ടോ, സാരമില്ല. ഇനിയും വിളിക്കണം, സ്വർണം നേടണം. ഓക്കെ, ബൈ. നമ്മൾ വിനോദിനി ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചി വീണ്ടും വിളിക്കുമായിരിക്കും. ചേച്ചി വിളിക്കുന്ന ആളാണ് അല്ലേ? എനിക്ക് സ്ഥിരമായിട്ട് സംസാരിച്ച ഒരു ഓർമ്മയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഗസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ലക്ക്. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കുക. വെറുതെ നോക്കിയിരിക്കാൻ വിളിക്കുക. ഒരു കോൾ അകലെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്താൻ പോകുന്ന സ്വർണം. സോ മിസ് ചെയ്യരുത്. നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീനാഥ്. എവിടുന്നാ വിളിക്കുന്നേ? ബാലരാമപുരം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട്, ശ്രീനാഥ് ഉണ്ട് അല്ലേ? നിങ്ങൾ 3 പേരാണ്. ഓക്കെ. ശ്രീനാഥ് എന്താ ചെയ്യുന്നേ? ബികോം ഇപ്പൊ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ആയിട്ടിരിക്കുക അല്ലേ? ഓക്കെ. ഇപ്പൊ കോളേജിലൊക്കെ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ. ത്രില്ഡ് ആണോ? അതെ. ഓക്കെ. അപ്പോൾ കോളേജിൽ പോയി എന്തൊക്കെയാണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത്? അടിച്ചു പൊളിച്ച് നടക്കണോ അതോ പഠിച്ചിരിക്കണം? എന്താണ്? അല്ല, പഠിക്കണമെന്നാണ് ആഗ്രഹം. പഠിക്കണം, നല്ലൊരു ആഗ്രഹമാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും സ്വർണം നേടാൻ റെഡി ആയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്പർ ഏതാണ്? നമ്പർ 48 അല്ലേ? 48 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗോൾഡ് 48ലാണോ ഇനി ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. 48ൽ സ്വർണമുണ്ടോ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സാരമില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഒട്ടും മടിക്കല്ലേ, വിളിക്കണേ. ബൈ. ഓക്കെ. അപ്പോൾ സ്വർണം കിട്ടിയില്ല, സാരമില്ല, വിഷമിക്കേണ്ട, ഇനിയും വിളിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇനി വിളിക്കാൻ പോകുന്നവർക്ക് ലക്ക് കൂടുതലാണ് എന്നാണ്. കാര്യം നമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. സ്വർണം ഒരുപാട് കോളംസിലുണ്ട്, ഒരുപാട് ബോക്സസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മിസ് ചെയ്യരുത്. നമുക്ക് അടുത്ത കോളേജിലോട്ട് പോകാം. ഹായ്. ഹലോ, ഇതാരാണ്? ഗിരിജയാണോ ഷീജയാണോ? ടി വിയിൽ ശ്രദ്ധിച്ചാണ് സംസാരിക്കണമെങ്കിൽ ഞാൻ മിണ്ടില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കും. ടി വി ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഷീജ എന്നാണോ ഗിരിജ എന്നാണോ പേര്? ഗിരിജ. ഓക്കെ. ഗിരിജ എവിടെന്നാ വിളിക്കുന്നേ?
വർക്കല. ഓക്കെ, വർക്കലയാണ് സ്ഥലം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട്. ഓക്കെ, അപ്പൊ സൺഡേ എന്താണ് പരിപാടി? വെറുതെ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, സ്വർണ്ണമൊക്കെ വാങ്ങാറുണ്ടോ? ഇഷ്ടമാണോ സ്വർണം? പിന്നെ അല്ലാതെ അല്ലേ? പിന്നെ ഇപ്പൊ വാങ്ങിക്കാറൊക്കെ ഉണ്ടോ? മേടിക്കാനുള്ള ഗതിയൊന്നും ഇല്ല മകന്നു. വില കൂടി വരുന്നല്ലേ? അപ്പൊ സ്വർണ്ണ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും ഏതാണ് നമ്പർ ചേച്ചി? ഏതാണ്? 17. ഓക്കെ, 17. യെസ്, ഇവിടെ ഉണ്ട്. 17 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 17 സ്വർണ്ണം ഉണ്ടോ? സോറി, സ്വർണ്ണം ഇല്ല കേട്ടോ ചേച്ചി. ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുവരെ വിളിച്ചവരിൽ ആർക്കും സ്വർണ്ണം കിട്ടിയില്ല എന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇനി വിളിക്കാൻ പോകുന്നവർക്ക് ഒരുപാട് സ്വർണ്ണം കാത്തിരിപ്പുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്കിലോട്ട് പോയാലോ? യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, സ്വർണ്ണവർഷം ബ്രേക്കിന് ശേഷം എത്തിയിരിക്കുകയാണ്, കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ വിളിക്കുക, നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പർ പറയുക, സ്വർണ്ണം നേടുക. നമ്പർ പറയുമ്പോൾ അതിനകത്ത് സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും. വേറെ അവിടെ ഒരു പ്രശ്നമില്ല, വേറെ എക്സ്ട്രാ ഗെയിമൊന്നും കളിക്കേണ്ട. നമ്പർ പറഞ്ഞാൽ മാത്രം മതി, സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം. എന്തായാലും നമുക്ക് കോളറിലോട്ട് പോയാലോ? ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുജാത. ടിവിയുടെ വോളിയം ഒക്കെ കുറച്ച് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സംസാരമൊക്കെ ലാഗായി പോകും. ഓക്കെ, അപ്പൊ ആലപ്പുഴയിലാണ് വിളിക്കുന്നത് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ചേച്ചിയുടെ? 2 മക്കള്. ചേച്ചി പാട്ട് പാടുവോ? എന്തോ? ചേച്ചിയുടെ പേര് സുജാത എന്നായോണ്ട് ചോദിച്ചതാ. പാട്ട് പാടുവോ? പാടത്തൊന്നും ഇല്ല. വേണമെങ്കിൽ ഒന്ന് പാടാന്നല്ലേ? എന്തോ? വേണമെങ്കിൽ ഒന്ന് പാടാന്നാണോ? ഇല്ല അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ? എന്തോ? ഏതാണ് നമ്പർ ചേച്ചി? നമ്പറോ? 25 അല്ലേ? 25. യെസ്, 25. എവിടെ ഇരിപ്പുണ്ട്? 25 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. സുജാത ചേച്ചിക്ക് സ്വർണ്ണമുണ്ടോ? സ്വർണ്ണം ഉണ്ടെങ്കിൽ പാട്ട് പാടണം. ഓക്കെ, നോക്കട്ടെ. സ്വർണ്ണമുണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ ചേച്ചി, സ്വർണം കിട്ടിയിട്ടില്ല. സാരമില്ല, ഇനിയും വിളിക്കണം. ഓക്കെ 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 യെസ്. അപ്പൊ നെക്സ്റ്റ് ടൈം ചേച്ചി വിളിക്കുമ്പോൾ സ്വർണം കിട്ടിയിട്ട് ഒരു പാട്ട് പാടി തരണം, അതാണ് എന്റെ ഡിമാൻഡ്. ഓക്കെ, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ കോളിനപ്പുറം വേറൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോടെ. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് പങ്കെടുക്കാം. 8086011443 എന്ന നമ്പറിലോട്ട് ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതാണോ നമ്പർ അത് അയക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ വെക്കാൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ആരാണിത്? ഷംന. ഹലോ, എന്തായിരുന്നു പേര്? ഷംന. ഷംന എവിടെന്നാ വിളിക്കുന്നത്? ഷംന എവിടെന്നാ വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്?
വീട്ടിലെ ഉമ്മ ബ്രദർ. എത്രാം ക്ലാസ്സിലാ ഷംന? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. അപ്പൊ കോളേജ് അഡ്മിഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണോ? അഡ്മിഷൻ ആയോ? ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കാൻ നിൽക്കുക. കമ്പ്യൂട്ടർ പഠിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, ചെറിയൊരു കോഴ്സ് അല്ലേ? ഗ്രാജുവേഷന് പോവാൻ താല്പര്യമില്ലേ? ഇല്ല. ഇല്ലേ? പോണം കേട്ടോ. ഗ്രാജുവേഷനും കൂടി ഇരിക്കട്ടെ. ജോലി കിട്ടിയിട്ടായാലും മതി. ഓക്കെ ഓക്കെ. ഷംന, ഏതാണ് നമ്പർ? 70. 70. യെസ്, 70 ഏറ്റവും ലാസ്റ്റ് നമ്പർ ആണ്. 70 സ്വർണ്ണം ഉണ്ടോന്ന് അറിയില്ലല്ലോ, നമുക്ക് നോക്കാം. ഷംനയ്ക്ക് ഗോൾഡ് ഉണ്ടോ, വിന്നർ ആകുമോ എന്നൊക്കെ നോക്കട്ടെ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ ചിലപ്പോൾ ലക്ക് ഉണ്ടായി എന്ന് വരും. ഉറപ്പായിട്ടും വിളിക്കാം കേട്ടോ. ഇത്തവണ നമുക്ക് സ്വർണം കിട്ടിയിട്ടില്ല, സാരമില്ല, ഇനിയും വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, ഷംനയ്ക്ക് സ്വർണം കിട്ടിയിട്ടില്ല, സാരമില്ല. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? നിസാമുദ്ദീൻ. എന്തോ? നിസാമുദ്ദീൻ. എവിടുന്നാ വിളിക്കുന്നേ? പുളിയർക്കോണം നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? വൈഫ്, മോൻ, എല്ലാരും ഉണ്ട് അല്ലേ? സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? എന്താണ് ഫുഡ്? സൺഡേ ഫുഡ് ബീഫ്. എനിക്ക് വയ്യ, മൊത്തം ഗ്രാൻഡ് ആണ്. ഓക്കെ, അപ്പോ എല്ലാരും ആയിട്ട് TV കാണുവാണോ? ആര് പറഞ്ഞിട്ടാ വിളിച്ചത്? ചേട്ടൻ മനസ്സിൽ തോന്നി വിളിച്ചതാണോ? വൈഫ് പറഞ്ഞിട്ടാണോ? വൈഫ് പറഞ്ഞിട്ട് വിളിച്ചല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? 29. നിസാമുദ്ദീൻ ചേട്ടന് സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഓഫ് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് വൈഫിന് തന്നെയാണ് അല്ലേ? വൈഫ് പറഞ്ഞിട്ട് വിളിച്ചാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. 29 സ്വർണ്ണമുണ്ടോ? അയ്യോ, ഇല്ലല്ലോ ചേട്ടോ. സാരില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ടൈം വൈഫ് നിർബന്ധിക്കാതെ തന്നെ വിളിക്കണം. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആന്റണി. എന്തോ? ആന്റണി. ആന്റണി കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ആന്റണി? വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആരൊക്കെയാ? വൈഫും അല്ലേ? അതെ, ആന്റണിയും വൈഫും. ഓക്കെ, യെസ്. ഏത് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 33. 33 ഇവിടെ ഇരിപ്പുണ്ട്. 33 എന്തുകൊണ്ടാ ചൂസ് ചെയ്തത്? 3 ആയതുകൊണ്ടല്ലേ? ഓക്കെ, 3 ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചേട്ടൻ ചൂസ് ചെയ്തു. നമുക്ക് നോക്കാം സ്വർണ്ണം ഉണ്ടോന്നേ. ആന്റണി ചേട്ടന് നോക്കാം. 33 സ്വർണ്ണമുണ്ടോ? അയ്യോ, ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല കേട്ടോ. ഇനി വിളിക്കണം ചേട്ടാ, ഇനി വിളിക്കണം. സ്വർണ്ണം നേരം. ഓക്കെ, താങ്ക് യു, ബൈ. സോ നമ്മുടെ ആന്റണി ചേട്ടനും സ്വർണ്ണം കിട്ടിയിട്ടില്ല. ഓ മൈ ഗോഡ്, ഇതുവരെ ആർക്കും സ്വർണ്ണം കിട്ടിയില്ല. അതിനർത്ഥം കുറേ കോളംസിലുണ്ട്. ഇനി വിളിക്കുന്നവർക്ക് ഹൈ ചാൻസ് ആണ് കിട്ടാനുള്ളത്. അപ്പോൾ ഇതുവരെ വിളിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വിളിക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. വിളിക്കാത്തവരും വിളിക്കുക. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? പേര് ശരത് ഫ്രം കാലിക്കറ്റ്. ശരത്? പോളി ശരത്താണോ ഇത്? അതെ, അങ്ങനെയും പറയാം. ഓക്കെ, കൈതമുക്കുന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് ശരത്? കോഴിക്കോട് വിളിക്കുന്നത്. എവിടുന്നാ? കാലിക്കറ്റ് അല്ലേ? ഓക്കെ, യെസ്. എന്താ ചെയ്യുന്നേ? ഞാൻ AC മെക്കാനിക്കാ. എന്തോ? AC മെക്കാനിക്കാണ്. AC മെക്കാനിക്കാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നല്ല പണിയായിരിക്കും അല്ലേ? ചൂട് കാലത്തൊക്കെ നല്ല പണിയായിരുന്നിരിക്കും. കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടായതുകൊണ്ട് നമ്മൾ ഭയങ്കര ചീത്തയാവുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നാക്കേണ്ട ഒക്കെ അവസ്ഥ വന്നു. എന്തായാലും ഓക്കെ, നമ്പർ ഏതാണ്? നമ്പർ 69. 69. യെസ്, ലാസ്റ്റിന്റെ തൊട്ട് മുന്നുള്ള നമ്പറാണ്. ആ നമ്പർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? CISF രൂപീകരിച്ചത് 1969. എന്തോ? CISF പാരാമിലിറ്ററി ഫോഴ്സാ. CISF ഫോഴ്സ് രൂപീകരിച്ച വർഷം 1969. അതിന്റെ ലാസ്റ്റ് ടെസ്റ്റിനൊക്കെ പഠിക്കുന്നുണ്ടോ? എങ്ങനെ? ടെസ്റ്റിനൊക്കെ പഠിക്കുന്നുണ്ടോ? അല്ല, എന്റെ കസിൻസ് ഒക്കെ ഡിഫൻസിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അറിയാം അല്ലേ? എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് വെച്ചതാ. ഓക്കെ, സോ യെസ്, നമുക്ക് നോക്കാം 69 സ്വർണമുണ്ടോ എന്നുള്ളത്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. സാരില്ല കേട്ടോ, നീ വിളിക്കോ? താങ്ക് യു, ബൈ.
സോ സ്വർണം കിട്ടിയില്ല, വിഷമിക്കണ്ട, വീണ്ടും വിളിക്കാം. ഓക്കെ, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണാവശ്യത്തിലേക്ക് സ്വാഗതം. ആരാണ്? രാജൻ. യാദവ്? രാജൻ. രാജൻ. ഓക്കെ ഓക്കെ. രാജൻ എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. പാലക്കാട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, അമ്മ, കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലാണ്? +2 കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു. മൂത്തത്. ആണോ? സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? സൺഡേ ആയിട്ട് എന്താണ്? ടി വി കണ്ടോണ്ടിരിക്കുന്നു. വൈകുന്നേരം പുറത്തൊന്നും ഇറങ്ങാൻ പ്ലാനില്ല? ഇല്ല, മഴയുണ്ടല്ലേ? മഴയാകുമ്പോ റെസ്റ്റ്, അത് മതി നമുക്ക്. അപ്പൊ ഏതാണ് നമ്പർ? 62 അല്ലേ? 62 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇവിടെ ഇരിപ്പുണ്ട്. 62 ഇല്ല, സാരില്ല കേട്ടോ, സാരില്ല, ഇനിയും വിളിക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ സ്വർണം ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വർണം അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മടിക്കരുത്, ഇനി വിളിച്ചോണ്ടേ ഇരിക്കുക. എന്നാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ഞാൻ ബിജുവാണ്. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിജു. അതെ. യെസ് ബിജു, യെസ്. ഒരിക്കൽ കൂടി പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണാവശ്യത്തിലേക്ക് സ്വാഗതം. ഇത്തവണ ഏതാണ് നമ്പർ? 27 അല്ലേ? 37 സ്വർണ്ണം ഉണ്ടോ നമുക്ക്? ഓക്കെ, ലെറ്റ്സ് സീ. 37 ദിസ് ടൈം ബിജുവിന് സ്വർണം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നെഹി ഇത്തവണയും കിട്ടിയില്ല. നന്ദിയുണ്ട് എന്നല്ലേ ഉദ്ദേശിച്ചത്? താങ്ക് യു. ഓക്കെ, ഇനിയും വിളിക്കണം. ഓക്കെ, മടിക്കരുത്, വിളിക്കുക, പങ്കെടുക്കുക. സോ താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ. യാ, അപ്പോൾ നമ്മുടെ ഈ കോളറിന് കിട്ടിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് കോളറിന് കിട്ടുമെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? നിഷ. ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിവിയുടെ വോളിയം കുറയ്ക്കുക. കുറച്ചോ? ഹലോ. കുറച്ചല്ലോ, സമാധാനമായി. ഇനി നമുക്ക് സംസാരിക്കാം. നിഷയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെയാണ് വീട്? ഒന്നുകൂടെ പറയോ? പൂജപ്പുര. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് നിഷ? വീട്ടില് മോള്, ചേട്ടൻ, എല്ലാരും ഉണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാ? 7ലാണ്. ഓക്കെ, അപ്പൊ സ്വർണ്ണ സമ്മാനം കിട്ടിയ ആർക്ക് കൊടുക്കും? കൊടുക്കും, അല്ലാതെ ആർക്ക് കൊടുക്കാം അല്ലെ? ഓക്കെ, ഏതാണ് നമ്പർ? 44. 44ൽ മോൾക്ക് സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ യെസ്, നോക്കട്ടെ. സ്വർണ്ണമുണ്ടോ? കമോൺ, ഗോൾഡ്. കൺഗ്രാറ്റുലേഷൻസ്. ടിവിയുടെ വോളിയം കുറയ്ക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമേ. എത്ര തവണ എന്റെ കൺഗ്രാറ്റുലേഷൻസ് കേട്ടത്? അതൊരു പ്രശ്നമേ അല്ല എന്നായിരിക്കും. വീണ്ടും കേൾക്കാലോ. ഹാപ്പി ആയോ? കൊറേ പ്രാവശ്യം വിളിച്ച് കിട്ടിയതാ അല്ലേ? ഓക്കെ, സ്വർണ്ണം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ക്ലോസ് ചെയ്യാൻ ഭയങ്കര പാട്. സ്വർണ്ണമുള്ള ബോക്സ് ആയിരുന്നത് കൊണ്ടായിരിക്കും. അപ്പോ ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നേ? ഫസ്റ്റ് ടൈം ആണോ? ഇതുവരെ സ്വർണ്ണവർഷത്തിൽ വിളിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേക്കെ? കിട്ടാറില്ല, പക്ഷെ ഇത്തവണ കിട്ടി. ഹാപ്പി ആയി അല്ലേ? അപ്പൊ മോളുടെ അടുത്തും കൺഗ്രാറ്റ്സ് പറഞ്ഞേരെ. മോക്കല്ലേ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം, ഇനിയും വേണമെങ്കിൽ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ എപ്പിസോഡ്, അതായത് ഒരു പുതിയ തുടക്കം പോലെയാണ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ വിന്നറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അതായത് നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ആരാണിത്? ജോയ്. എവിടുന്ന വിളിക്കുന്നത്? തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ജോയ്? വീട്ടില് വൈഫുണ്ട്, 2 ആൺമക്കളാണ്. മൊത്തത്തിൽ ജോയിലാണ് ജോയ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ആര് പറഞ്ഞിട്ടാ വിളിച്ചത്? സ്വന്തമായിട്ട് വിളിച്ചതാണോ? അതെ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാ അല്ലേ? ഓക്കെ, ജോയ് എന്താ ചെയ്യുന്നേ? ഞാനൊരു 2 വീലർ ഷോറൂമിലാണ്. ഓക്കെ, 2 വീലർ ഷോറൂമിൽ അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 3. നമ്പർ 3 ഇല്ല, നമുക്ക് 11 തൊട്ടേ നമ്പേഴ്സ് ഉള്ളൂ. 11 തൊട്ടേ നമുക്ക് നമ്പേഴ്സ് ഉള്ളൂ. നമ്പർ 3 ഇല്ല. 11 തൊട്ട് 70 വരെ നമുക്ക് നമ്പേഴ്സ് ഉള്ളൂ. ടിവിയിൽ ഒന്ന് ജസ്റ്റ് നോക്കിയേ, സെലക്ട് ചെയ്തേ. 44 പോയി. ഇപ്പൊ പോയുള്ളൂ. സ്വർണ്ണം ഉണ്ടായിരുന്നു ആ നമ്പറിൽ, പക്ഷെ പോയി. അടുത്ത നമ്പർ പറട്ടെ. നമ്പർ 12 അല്ലേ?
12 യെസ് 12 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. സ്വർണ്ണം ഉണ്ടോ ജോയ്ക്ക്? സ്വർണ്ണം ഉണ്ടോ? ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ലക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഉറപ്പായിട്ടും വിളിക്കുക. താങ്ക് യു ജോയ്, ബൈ. അപ്പോൾ നമ്മുടെ ജോയ്ക്ക് സ്വർണം ഇത്തവണ കിട്ടിയിട്ടില്ല, മേ ബി നെക്സ്റ്റ് ടൈം കിട്ടിയെന്ന് വരും. സോ വിളിക്കുക. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാരം, ധാരാണ്. സോ യെസ്, നമ്മുടെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നവരോടൊപ്പം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളുടെ കോൾ കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിലും കൂടെ അയക്കാൻ മറക്കരുത്. ഒറ്റ തവണ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം അയക്കുക. അയക്കേണ്ട നമ്പർ അറിയാലോ, 8086011443. ഏറ്റവും അവസാനം അയക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 12:45 വരെ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അയക്കാൻ പറ്റില്ല. കോൾ പറ്റും, പക്ഷേ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ 12:45 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അയക്കുക. പിന്നെ കോൾ ചെയ്യേണ്ടത് ആ നമ്പറിലോട്ടല്ല, ഓക്കെ? വാട്സപ്പ് നമ്പറിലോട്ട് കോൾ ചെയ്യരുത്, കണക്ട് ചെയ്യില്ല. സോ യെസ്, പെട്ടെന്ന് തന്നെ അയക്കുക അല്ലെങ്കിൽ വിളിക്കുക. എന്തായാലും നമുക്ക് കോൾ റെഡിയാണ്. ഹലോ, ഹായ്, ഹലോ, ഹലോ, നമസ്കാരം, ഇതാരാണ്? ശരത്, സെലസ്റ്റ്യൻ. ഓക്കെ, സെലസ്റ്റ്യൻ നല്ല പേരാണല്ലോ. ആരിട്ടതായി സെലസ്റ്റ്യൻ നെയിം? അച്ഛൻ്റെ ആണോ, അമ്മയുടെ ആണോ, അമ്മൂമ്മയുടെ ആണോ, അപ്പൂപ്പൻ്റെ ആണോ? ആരുടെ സെലക്ഷനാ? അമ്മയുടെ സെലക്ഷൻ അല്ലേ? നല്ല വെറൈറ്റി നെയിം. ആ പേരിൽ അങ്ങനെ അധികം പേരുണ്ടാവില്ലല്ലോ. നല്ല കാര്യം. ഇപ്പം എൻ്റെയൊക്കെ പേരാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ശില്പ എന്ന് വിളിച്ച ഒരു 2 പേര് മിനിമം ഉണ്ടാവും. ഇപ്പം ഞാൻ ചോദിക്കും എന്താ ഒരു വെറൈറ്റി ആയിട്ട് പേരിട്ടൂടെ നമ്മയോട് ചോദിക്കാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ സെലസ്റ്റ്യൻ, ഇത്രയും തമാശ പറഞ്ഞിട്ട് ചിരിച്ചില്ലല്ലോ. മിണ്ടാണ്ടിരിക്കുക, കാര്യം എനിക്ക് മനസ്സിലായി. ടി വി ശ്രദ്ധിക്കുക. ടി വിയിൽ ശ്രദ്ധിക്കുന്നോണ്ടേ കേൾക്കാത്ത സെലസ്റ്റ്യൻ. ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. ഏതാണ് നമ്പർ? 65. 65 ഇരിക്കുന്നു. 65-ൽ സെലസ്റ്റ്യന് സമ്മാനം ഉണ്ടോ, ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ? ഇല്ല, സ്വർണ്ണം ഇല്ല കേട്ടോ. ഇനിയും വിളിക്കണേ. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ടാവണം. താങ്ക് യു, ബൈ. അപ്പോൾ സെലസ്റ്റീന് കിട്ടിയിട്ടില്ല, സാറില്ല. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 44 ആ ഗോൾഡ് ഇരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ വാട്സപ്പിൽ അയക്കുന്നവർ വിചാരിക്കുന്നുണ്ടാകും, ചിലരിപ്പോൾ ഓൾറെഡി 44 അയച്ചിട്ടിരിക്കുകയായിരിക്കും. ഞാൻ വാട്സപ്പിൽ അയച്ചില്ലേ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാകും. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോഴും ഈ ഒരു ഗെയിമിൽ തുറക്കാത്ത ബോക്സുകളിൽ നിങ്ങൾ അയച്ചിട്ടുണ്ട്, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടുക. ഓക്കെ, പക്ഷെ എന്ന് പറഞ്ഞ് നിങ്ങൾ അയക്കാതിരിക്കരുത്. ആദ്യം ആ നമ്പർ അയക്കുന്ന ആളിനായിരിക്കും കൺസിഡറേഷൻ ഉണ്ടാവുക. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ആരാണിത്? എൻ്റെ പേര് ഷിഫ. പുതി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഷിഫ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കൊടുങ്ങല്ലൂർ. വീട്ടിൽ ആരൊക്കെയുണ്ട് ഷിഫ? ഹലോ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പൊ ഞാൻ ഒറ്റക്കുള്ളൂ. ഹസ്ബൻഡും മോനും പുറത്താണ്. മോളുടെ മാരേജ് കഴിഞ്ഞു. ഓക്കെ, സോ യെസ്, ഏതാണ് നമ്പർ ഷിഫ? 27. ഗോൾഡ് ഉണ്ടോ ഷിഫയ്ക്ക് എന്ന് നോക്കാം. സോ 27 ഗോൾഡ് ഉണ്ടോ ഇല്ലേ, എന്താണ് നോക്കാം. ഓക്കെ, 27 നോക്കട്ടെ. അയ്യോ, ഇല്ലല്ലോ, ഗോൾഡ് ഇല്ല. ഇനി വിളിക്കോ? ഓക്കെ, എനിക്ക് അത്ര വിശ്വാസമില്ല, വിളിക്കണം. ഓക്കെ, യെസ്, നെക്സ്റ്റ് ടൈം സ്വർണം കിട്ടട്ടെ. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഷിഫയ്ക്ക് സ്വർണം കിട്ടിയില്ല. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോളറിനാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും വിളിക്കുക. അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? രജിത്ത്. എവിടെ നിന്ന് വിളിക്കുന്നു? ആലപ്പുഴ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് രജിത്ത്? വീട്ടിൽ അമ്മ, അനിയൻ, അനിയത്തി, വൈഫ്. ഓക്കെ, എല്ലാവരുമായിട്ട് ടി വി കാണുവാണോ? അതെ. എന്താ ചെയ്യുന്ന രജിത്ത്? ഞാനാണെങ്കിൽ കൂലി വരെ മറ്റേ സെമി ഷെഡ്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ 35 35 അല്ലേ? 35 നമുക്ക് രജിത്തിന് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. 35 അല്ലേ? 35. ഓക്കെ, 35 സ്വർണ്ണമുണ്ടോ?
നിഹി നിഹി. ഓക്കെ ഓക്കെ ഓക്കെ. സാരമില്ല, ബാക്കിൽ നിന്ന് എനിക്കൊരു ചിരി കേൾക്കാലോ. ആരാ കളിയാക്കി ചിരിക്കുന്നേ? അത് വൈഫാ. വൈഫാ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. നെക്സ്റ്റ് ടൈം നമുക്ക് ഈ ചിരി മാറ്റി കാണിക്കണം. ഓക്കെ, അടുത്ത കോളിൽ സ്വർണ്ണം കിട്ടണം. അപ്പൊ വിളിക്കാം കേട്ടോ. താങ്ക് യു, ബൈ. ഓക്കെ, ഭയങ്കര ഹാപ്പി ചിൽ ഫാമിലിയാണ്. കിട്ടിയില്ലെങ്കിലും ചിരിക്കും. ഓക്കെ, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പൊത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സലീനയാണ്. സലീന ഫ്രം തുറവൂര്. സലീന. ഓക്കെ, സലീന വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 പിള്ളേര്, ഹസ്ബൻഡിന്റെ ഉമ്മ. ഓക്കെ, പിള്ളേരൊക്കെ എത്രാം ക്ലാസ്സിലാണ്? മൂത്ത മോള് 6ാം ക്ലാസ്സിലും ഇളയ മകൻ 4ാം ക്ലാസ്സിലും. 4ാം ക്ലാസ്സിലും. രണ്ടുപേരും ഭയങ്കര ബഹളമാണോ? എന്ത്? ഭയങ്കര ബഹളമാണോ? ഭയങ്കര ബഹളമാണ് ദിവസങ്ങളിൽ. എന്തിനാ അടി ഉണ്ടാക്കുന്നവര്? രണ്ടുപേരും മൊബൈലിനല്ലേ? അതാണ് പ്രശ്നം. ഇനി രണ്ടുപേർക്കും കൊടുക്കണം മൊബൈല്. കൊടുക്കണം. ഈശ്വര, എനിക്ക് വയ്യ. എന്തായാലും കൊള്ളാം. അപ്പോ യെസ്, ഏതാണ് നമ്പർ? ഏതാണ് നമ്പർ? ഏത് നമ്പര്? 24ൽ ഗോൾഡ് ഉണ്ടോ? മക്കളാണ് നമ്പർ പറഞ്ഞത്. മക്കളാണല്ലേ പറഞ്ഞേ? ഇനിയിപ്പൊ അടിയാവുമല്ലോ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം സ്വർണ്ണം ഉണ്ടോന്ന്. സോ യെസ്, ഗോൾഡ് ഉണ്ടോ 24ൽ? അയ്യോ ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഇനിയും വിളിക്കണേ. ഓക്കെ യെസ്, നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോളറിനാണ് ഇതുവരെ സ്വർണ്ണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണം ഇരിപ്പുണ്ട്. നമ്പേഴ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇപ്പോൾ ചൂസ് ചെയ്യാം. എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ ഹലോ. യെസ്, ഓക്കെ, നമുക്ക് സ്വർണം നേടാൻ കോൾ മാത്രമല്ല വഴി എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അയക്കാം, മടിക്കരുത്. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. നമുക്ക് അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ ഹായ്. ഹായ്, ഇതാരാണ്? ഫിറോസ്. ഒന്നുകൂടി പേര് പറയോ? ഫിറോസ്. ഓക്കെ, ഫിറോസിന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഫിറോസിന്റെ വീട്ടിൽ ഭാര്യ, 2 മക്കള്. സ്വർണ്ണമൊക്കെ വാങ്ങിക്കാറുണ്ടോ? സ്വർണ്ണൊക്കെ വാങ്ങിക്കാറുണ്ട്. ഉണ്ട്. ഭാര്യയുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? സ്വർണം വാങ്ങി തരുന്നില്ല എന്നുള്ളതാണോ? ഇപ്പൊ വിളിക്കാൻ പറഞ്ഞ ആരാ? ഭാര്യയാണോ? ഭാര്യയാണ്. നിങ്ങളെ വാങ്ങി തരുന്നില്ല, എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടെങ്കിലും വാങ്ങി തരാൻ പറഞ്ഞ് വിളിപ്പിച്ചാണോ? യെസ്, ഞാൻ ഇല്ല മനസ്സിലാക്കുന്നു. സൈക്കോളജി കണ്ടില്ലേ? ഓക്കെ, വൈഫിന്റെ നെയിം എന്താണ്? വൈഫിന്റെ നെയിം എന്താണ്? ഖദീജ. ഓക്കെ, അപ്പൊ നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാം. ഏതാണ് നമ്പർ? 57. 57 അല്ലേ? 57ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ. 57. അയ്യോ ഇല്ലല്ലോ. സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം സ്വർണം കിട്ടണം, വിളിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ യെസ്, എന്തായാലും സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് വിളിക്കുക, സ്വർണം നേടുക. 2 വഴിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളിലൂടെ ആവാം, വാട്സപ്പിലൂടെ ആവാം. വാട്സപ്പിൻ്റെ ഇങ്ങനെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 12:45 വരെ മാത്രമേ നിങ്ങൾക്ക് അയക്കാൻ പറ്റൂ. ഒറ്റ തവണ അയക്കാൻ പറ്റും വാട്സപ്പിൽ. കോളാകുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കോളാകുമ്പോൾ കഴിഞ്ഞാൽ ഓരോ കോളിലും ഓരോ നമ്പർ പറയാം, ഓരോ തവണ പറയാം. അപ്പോൾ അടുത്ത കോളിലോട്ട് പോകാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ശില്പ. പാർവതിയാണ്. പാർവതി ചേച്ചി, സുഖാണോ? സുഖാണ്. അപ്പോ യെസ്, ഇത്തവണ സ്വർണം നേടാൻ തയ്യാറായാണോ വിളിച്ചേ? കിട്ടിയ കുഴപ്പമില്ല. ഇത്തവണ ചേച്ചി ടി വി കണ്ടോണ്ടാണോ വിളിക്കുന്നേ? ഇത്തവണ ടി വി കണ്ടോണ്ടാണോ വിളിക്കുന്നേ? അതെ. സാധാരണ എവിടെങ്കിലും 2-3 ആഴ്ച ലീവ് ആയിരുന്നില്ല? ഇല്ലല്ലോ. എന്തോ? 3-4 ആഴ്ച ലീവ് ഇല്ലല്ലോ. ഇല്ലായിരുന്നു. അതെ. ഞാൻ ചെയ്തു, നോക്കുന്നുണ്ട്. ചില സമയം ചേച്ചി പുറത്തൊക്കെ നിൽക്കുകയാണെങ്കിലും ടൈം കറക്റ്റ് ആകുമ്പോൾ ചേച്ചി വിളിക്കൂലേ? അതാണ് ചോദിച്ചത്. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ പുതിയ സെറ്റ് ഒക്കെയാണ്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. കുറച്ചുകൂടി ഈസി ആയിട്ട് ചൂസ് ചെയ്യാം അല്ലേ നമ്പർ? ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ? 16 അല്ലേ? 16ല് പാർവതി ചേച്ചിക്ക് സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. സോ യെസ്, 16 യെല്ലോ ബോക്സ് ആണ്. ഓക്കെ, യെല്ലോ ബോക്സിൽ സ്വർണ്ണമുണ്ടോ? പാർവതി ചേച്ചിക്ക് സ്വർണ്ണമുണ്ടോ നോക്കാം. അയ്യോ ഇല്ലല്ലോ. കുഴപ്പമില്ല, വിളിച്ചിട്ട് കിട്ടിയല്ലോ കൊറേ ആയിട്ട്. ഇപ്പോ അതെ. ഇനിയും വിളിക്കണേ ചേച്ചി.
വിളിക്കാം ശില്പ. താങ്ക് യു, ബൈ. യെസ്, അപ്പോൾ നമുക്ക് ഇതുവരെ ഒരാൾക്കാണ് സ്വർണം കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി സ്വർണം നേടാനുള്ള വിന്നേഴ്സ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം അല്ലേ. അപ്പോൾ പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, സ്വർണ്ണവർഷം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ ഈസി ആയിട്ട് സ്വർണ്ണം നേടാനുള്ള ഒരു അവസരമാണ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലൂടെ ഞങ്ങൾ ഒരുക്കുന്നത്. ഈ കാണുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ തുറന്ന് നോക്കും, സ്വർണ്ണം ഉണ്ടെങ്കിലല്ലേ ഞാൻ തുറന്ന് നോക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കാനുണ്ട്, നമ്മുടെ വാട്സപ്പിലൂടെയും പങ്കെടുക്കാമല്ലോ. വാട്സപ്പിൽ അയക്കാൻ ഇനി 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. 12:45 കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ അയക്കുക. കൂട്ടത്തിൽ പേരും ഡീറ്റെയിൽസും വെക്കാൻ മറക്കരുത് കേട്ടോ. ഒറ്റ തവണ വാട്സപ്പിൽ പറ്റത്തുള്ളൂ. യെസ്, അതിനോടൊപ്പം തന്നെ വിളിക്കുക, കോൾ ചെയ്തും ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ദീന. ദീന എവിടുന്നാ വിളിക്കുന്നേ? മൂവാറ്റുപുഴ. വീട്ടിലാരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് മോനുണ്ട്, മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. എല്ലാരും ഉണ്ടോ ഇപ്പൊ വീട്ടില്? സൺഡേ അല്ലേ? ഇല്ല, സൺഡേ. എല്ലാരും ഉണ്ട്. ഇവിടെ ഒരു അപ്പൊ എന്താണ് സ്പെഷ്യൽ ഫുഡ് ഇന്ന്? സ്പെഷ്യൽ ഫുഡ് ചിക്കൻ നെയ്ച്ചോറും. ചിക്കനും നെയ്ച്ചോറും അല്ലേ? എനിക്ക് വയ്യ, മണം അവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ ചേച്ചി അടച്ചു വെച്ചേക്കാ അല്ലേ? കഴിച്ചാ മതി. സ്വർണ്ണമൊക്കെ വാങ്ങിക്കാറുണ്ടോ ചേച്ചി? ഇഷ്ടമാണോ സ്വർണ്ണം? വാങ്ങിക്കാറുണ്ട്, ഇഷ്ടമാണ്. ഓക്കെ, ഏത് നമ്പറാ സെലക്ട് ചെയ്തിരിക്കുന്നത്? 43 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം ദീന ചേച്ചിക്ക്. സോ യെസ്, ഗോൾഡ് 43 ഉണ്ടോ നോക്കട്ടെ. 43. അയ്യോ ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല, ഇനിയും വിളിക്കണേ. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് അയക്കാനുള്ള ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 12:45 കഴിയും. പെട്ടെന്ന് തന്നെ അയക്കാം. ഓക്കെ, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഞാൻ പുക്കാട്ടുടിന്ന് റെജിന. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് 2 മക്കള്, ഇക്ക, ഞങ്ങള് 4 പേര്. മക്കള് എത്രാം ക്ലാസ്സിലേക്കാ? മക്കള് പഠിക്കുന്നത് പ്ലസ് ടു പ്ലസ് 1 പഠിക്കാണ്. വളരെ അടുത്താ അല്ലേ ഏജ്? ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അല്ലേ? വ്യത്യാസമുള്ളൂ. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ആണും പെണ്ണും. ഓക്കെ, അവര് നല്ല കമ്പനി ആയിരിക്കും അല്ലേ? ഒരു ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നല്ല കമ്പനി ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ 46 അല്ലേ? 46 ചേച്ചിക്ക് സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. സോ യെസ്, 46 ഞാൻ തുറക്കാൻ പോവുകയാണ്. സ്വർണ്ണം. അയ്യോ ഇല്ലല്ലോ ചേച്ചി. സാരമില്ല കേട്ടോ. ഇനി വിളിക്കണേ. സ്വർണം കിട്ടിയതാണോ കോള് കണക്ട് ആയതാണോ? സ്വർണ്ണം അടിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത്തവണ കിട്ടില്ല എന്ന് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ആളാണ്. അടിപൊളി. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും കിട്ടട്ടെ. താങ്ക് യു ചേച്ചി. സോറി. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കുക.
യെസ്, സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ എനിക്കൊന്ന് വാട്സപ്പിൽ അയക്കാനുള്ള ടൈം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ കോളിലൂടെ തന്നെ വിളിക്കുക. കോളിലൂടെ വിളിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇനി പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോളിലൂടെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിളിക്കാം. അപ്പോൾ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് സ്വർണ്ണം ബാക്കിയിരിപ്പുണ്ട്. ഇന്ന് എന്തുകൊണ്ടോ ഇതുവരെ ഒരാൾ മാത്രമേ കറക്റ്റ് ഒരു സ്വർണ്ണമുള്ള ബോക്സ് തുറന്നിട്ടുള്ളൂ. അത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെയാണ്. അപ്പോൾ മേ ബി ഇനിയുള്ള ടൈമിലായിരിക്കും തുറക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ, ആരാണിത്? ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ടിവിയുടെ വോളിയം കുറച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് പേര്? കനകം. കനകം. കനകത്തിന് ഇന്ന് കനകം കിട്ടുമോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? പൂജപ്പുര മുടവൻമുകൾ. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? ഞാനും എന്റെ മകളും മകളുടെ കുഞ്ഞും. ആഹാ, ഓ മകളുടെ കുഞ്ഞും ഒക്കെ ഉണ്ടല്ലേ? എത്രയായി മകളുടെ കുഞ്ഞ്? 2.5 വയസ്സായി. എത്രയായി? 2.5 വയസ്സ്. 2.5 വയസ്സായി അല്ലേ? ഓക്കെ, സോ യെസ്, നമ്മുടെ വാട്സപ്പിന്റെ ടൈം കഴിഞ്ഞു കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട ടൈം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വാട്സപ്പിൽ അയക്കേണ്ട, കോൾ ചെയ്താൽ മതി. ചേച്ചിയോടല്ല കേട്ടോ, നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞതാണ്. ഓക്കെ, സോ യെസ്, ചേച്ചി ഏത് നമ്പറാണ്? 30 അല്ലേ? 30 നമ്പർ ഇരിക്കുകയാണ്. ആ നമ്പറിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 30 നമ്മുടെ കനകൻ ചേച്ചിക്ക് സ്വർണ്ണം ഉണ്ടോ? നോക്കട്ടെ. 30 അല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ, നോക്കട്ടെ. അയ്യോ സോറി, ഇല്ല കേട്ടോ. സാരമില്ല, ഇനി വിളിക്കണേ. പേരിൽ തന്നെ കനകമുള്ള സ്ഥിതിക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇനിയും വിളിക്കാം. സോ യെസ്, ചേച്ചിയുടെ കോള് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. സോ സ്വർണ്ണവർഷത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, വളരെ ഈസി ആയിട്ട് സ്വർണ്ണം നേടാനുള്ള ഒരു വഴിയാണ് സ്വർണ്ണവർഷം. ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഭയങ്കര സിമ്പിളാണ്. ഗസ് ഗെയിമാണ് ശരിക്കും. ഗസ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടമുള്ള നമ്പർ ആവാം, അല്ലെങ്കിൽ ബർത്ത് ഡേറ്റ് ആവാം, ആനിവേഴ്സറി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നമ്പർ ഒന്ന് ഗസ് ചെയ്യുക, വിളിച്ച് പറയാം. വിളിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്. ഹലോ. ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സതീഷ് കുമാർ. സതീഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മരുതൻകുഴിയിൽ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? എന്തോ? വൈഫും കുട്ടികളും. കുട്ടികളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നേ? മൂത്തയാള് ഡിഗ്രിക്ക് പഠിക്കുന്നു, ഇളയാള് 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണോ? ജോയിൻ ചെയ്തിരിക്കുകയാണോ? തേർഡ് ഇയർ ആയി. ഓക്കെ, എന്താണ് ഡിഗ്രിക്ക് എടുത്തിരിക്കുന്നത്? സുവോളജി. ഓക്കെ, അപ്പൊ യെസ്, ഏതാണ് നമ്പർ ഇന്ന്? 38 അല്ലേ? 38. 38 അവിടെ ഉണ്ട്. 38 സ്വർണ്ണം ഉണ്ടോ? സതീഷ് ചേട്ടന് സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 38. അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത തവണ കിട്ടട്ടെ. ഓക്കെ, ഇനിയും വിളിക്കണം. താങ്ക് യു, ബൈ. സോ എന്താ സംഭവിക്കുന്നേ? ഒരാളെ ഇതുവരെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തുള്ളൂ. ഇനിയും നമ്പേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അജയ്. എവിടുന്നാ വിളിക്കുന്നത്? സജയ്. ഓക്കെ, സജയ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് വൈഫുണ്ട്, മോളുണ്ട്. എന്താ ചെയ്യുന്നത് സജയ്? ഞാൻ ഫാർമയിലാണ്, മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. മോളോ കുഞ്ഞ് ആണോ? മോള് 3 വയസ്സ്. നക്ഷത്ര. എന്താ? ദേവി നക്ഷത്ര? പീലി നക്ഷത്ര. PV നക്ഷത്ര. പീലി നക്ഷത്ര. ഇൻഷ്യൽ ആണോ ആദ്യം പറഞ്ഞേ? അല്ല, പിന്നെ നെയിം തന്നെയാണ് പീലി. PV നക്ഷത്ര. എന്റെ കേൾക്കുന്നതിന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. പീലി നക്ഷത്ര അല്ലേ? പീലി. ഓക്കെ, നൈസ്. അപ്പൊ വീട്ടില് പീലി എന്നാണോ വിളിക്കുന്നേ? അല്ല, വീട്ടിൽ അല്ലിന്ന് വിളിക്കും. അല്ലിന്ന് വിളിക്കും അല്ലേ? കൊള്ളാം, എല്ലാം മൊത്തത്തിൽ ക്യൂട്ടായിട്ടുണ്ട് പേരുകളെല്ലാം. നൈസ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 31 അല്ലേ? 31 ഇവിടെ ഉണ്ട്. 31 സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ 31 ഗോൾഡ് ഉണ്ടോ? നമ്മുടെ പീലിക്കുട്ടിക്ക്, അല്ലിക്കുട്ടിക്ക് എന്ന് നോക്കാം. ഷോ ഇത്തവണ കിട്ടിയിട്ടില്ല കേട്ടോ. സാരമില്ല, ഇനി വിളിക്കണേ. താങ്ക് യു, ബൈ. സോ നല്ല പേരായിരുന്നു അല്ലേ? ഇങ്ങനെ വെറൈറ്റി നെയിമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത് അല്ലേ. സോ
സോ യെസ്, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സോജി. എന്തോ എന്താണ്? സോജി. ആ, സോജി എവിടുന്നാ വിളിക്കുന്നേ? ഷോജി. കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, ഭർത്താവുണ്ട്. എല്ലാരും ഉണ്ട്. വീട്ടിലെല്ലാരും ഇപ്പൊ TV ഒക്കെ കണ്ടിരിക്കുകയാണോ? എല്ലാരും ഉണ്ടോ വീട്ടില്? ആണാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു ഹായ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? ഏതാണ് നമ്പർ? നമ്പർ 28. 28 അല്ലേ? 28 സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഷോജിക്ക് സ്വർണമുണ്ടോ? ലെറ്റ് മീ സീ. ഇല്ല. സാരമില്ല, ഇനിയും വിളിക്കുക. ഇല്ലേലും നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ കാര്യമാക്കണ്ട. നമുക്ക് സ്വർണ്ണവർഷം ഇനിയും സമയമുണ്ട്, ഇനിയും എപ്പിസോഡ്സ് ഉണ്ട്. ഓക്കെ, ഉറപ്പായിട്ട് വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ ഷോജിക്ക് സ്വർണം കിട്ടിയിട്ടില്ല. കമോൺ, വിന്നർ ആവാനുള്ള ആൾ പെട്ടെന്ന് വിളിക്കൂ. ഓക്കെ, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഹലോ, ഇതാരാണ്? അഞ്ജലിയാണ്. അഞ്ജലി എവിടുന്ന് വിളിക്കുന്നു? കഴക്കൂട്ടം. വീട്ടിലാരൊക്കെയാ ഉള്ളത് അഞ്ജലി? വീട്ടിൽ ഹസ്ബൻഡ്, അമ്മ, 2 മക്കള്. ഹസ്ബൻഡും അമ്മയും 2 മക്കളും ഉണ്ട്. മക്കളൊക്കെയോ? മക്കള് ചെറിയ കുട്ടികളാണ്. ഒരാൾ 3ാം ക്ലാസ്സില്, ഒരാള് UKG. ഓക്കെ, ആൺകുട്ടികളാണോ? പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണ്. ഓക്കെ, എന്തൊക്കെയാണ് പേര്? ശ്രീപ്രിയ, ദേവപ്രിയ. ശ്രീപ്രിയൻ, ദേവപ്രിയൻ. ഓക്കെ. വീട്ടിലെന്താ വിളിക്കുന്നേ? ഹലോ, വീട്ടിലെന്താ വിളിക്കുന്നേ? എന്താണ്? വീട്ടിലെന്താ വിളിക്കുന്നേ? ശ്രീകുട്ടി, ദേവുട്ടി. ശ്രീകുട്ടി, ദേവുട്ടി. ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? 49. 49 അല്ലേ? 49. 49 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. 49 ഗോൾഡ് ഉണ്ടോ? ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല. ഇല്ല കേട്ടോ, സാരമില്ല, ഇനിയും വിളിക്കണം. ഒരു തവണ കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഉറപ്പുണ്ടല്ലോ കിട്ടും. ഇനിയും വിളിച്ചാൽ കിട്ടും എന്നറിയാലോ. അപ്പൊ ഇനിയും വിളിക്കണം. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയും ദേവൂട്ടിക്കും തവണ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നോക്കാം. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആദ്യം ചെയ്യേണ്ട കാര്യം ടിവിയുടെ വോളിയം കുറയ്ക്കുക. കാര്യം ഞാൻ എന്റെ ശബ്ദം തന്നെയാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ചില്ല. യെസ്, ഗുഡ് ഗേൾ. എന്താണ് പേര്? ആതിര. എന്താ ചെയ്യുന്ന ആതിര? വർക്ക് ചെയ്യാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നേ? വീട്ടിൽ ആരൊക്കെയുണ്ട് ആതിര? ചേട്ടനുണ്ട്, അമ്മ, അച്ഛൻ, കുഞ്ഞു. ഓക്കെ, സോ ആതിര ഏത് നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? 36 അല്ലേ? 36. ഓക്കെ, 36ൽ ഗോൾഡ് ഉണ്ടോ ആതിരയ്ക്കെന്ന് നോക്കാം. ആതിര വരവായി. നീ ഗോൾഡ് ഉണ്ടോ നോക്കിയാ മതി അല്ലേ? അയ്യോ, ഇല്ലല്ലോ ആതിര, ഗോൾഡ് ഇല്ല. സാരമില്ല, കുഴപ്പമില്ല. ഹാപ്പി ആണല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. സാരമില്ല, ഇനി വിളിക്കാട്ടോ. താങ്ക് യു. ബൈ. സോ ഇത് നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു. ഇനി ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് എനിക്കറിയാം. വാട്സപ്പിലൂടെ ഏതെങ്കിലും വിന്നർ വന്നിട്ടുണ്ടോ, ഞാൻ വിന്നർ ആയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ വാട്സപ്പ് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ദക്ഷിണയാണ് നമ്മുടെ വാട്സപ്പിലെ ഒരു വിന്നർ. പാലക്കാട് നിന്നുള്ള ദക്ഷിണ പറഞ്ഞ നമ്പർ 39. 39ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പോവാം അല്ലേ? 39 ഗോൾഡ് ഉണ്ട്. ദക്ഷിണ, കൺഗ്രാറ്റുലേഷൻസ്. ഈ 39 എന്ന് പറയുന്ന നമ്പർ വേറെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് അയച്ച ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അയച്ച ആൾ ദക്ഷിണയായിരുന്നു. ഇനി നമുക്കൊരു വിന്നറും കൂടെ ഉണ്ട്. ഗൗരി അനിലാണ് നമ്മുടെ മറ്റൊരു വിന്നർ. ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഗൗരി 66 ആണ് പറഞ്ഞിരിക്കുന്നത്. 66 നമ്പറിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 66 സ്വർണ്ണമുണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്.
സോ യെസ്, അപ്പോൾ നമുക്ക് കോളേഴ്സിലൂടെ ഒരാളും വാട്സപ്പിലൂടെ 2 വിന്നേഴ്സിനെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുവരെ ഇന്ന് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ, അതായത് പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടട്ടെ. വീണ്ടും വിളിക്കാനും മടിക്കരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശില്പ സൈനിങ് ഓഫ്. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.